Hi children, welcome to my channel LKLS Star Maths class. ഇനി നമ്മൾ ഫോർത്ത് ആണ് കേട്ടോ. എക്സസൈസ് 5.3 ഫോർത്ത് വൺ. ഹൗ മെനി ടേംസ് ഉണ്ട് AP 9, 17, 25 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. കണ്ടോ, ഡാഷ് ഡാഷ് ഡാഷ്. സോ മസ്റ്റ് ബി ടേക്കൺ ടു ഗിവ് ദ സം ഓഫ് 636. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 9, 17, 25 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു AP-യിൽ എത്ര ടേംസ് എടുത്താൽ അതിൻ്റെ സം 636 ആവുന്നതാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. സോ നമുക്ക് അതിന് എന്തെടുക്കാം? ഈ സം ഓഫ് 636 നമുക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും? SN. ക്ലിയർ? സോ SN is equal to 636. ഓക്കെ, ആൻഡ് ദെൻ നമുക്കിനി എന്താ വേണ്ടത്? എ അല്ലേ വേണ്ടത്. സോ എ നമുക്ക് എടുത്ത് എഴുതാം അല്ലേ. എ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം, അത് 9 ആണ്. ഇനി നമുക്ക് എന്ത് വേണം? ഡി വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 17 മൈനസ് 9. ഓക്കെ, 17 മൈനസ് 9 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. അപ്പം നമ്മൾ ഇതെല്ലാം ഇവിടെ എഴുതി വെച്ച് എന്തുകൊണ്ടാണ്? നമ്മുടെ ഫോർമുല ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലേ. ഫോർമുലയിലുള്ളതാണ് നമ്മൾ ഈ എടുത്ത് എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് ഫോർമുല ഒന്നുകൂടെ എടുത്ത് എഴുതാം. ഇതാണ് നമ്മുടെ ഫോർമുല. SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. കണ്ടോ, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുലേനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാം എടുത്ത് എഴുതി വെച്ചത് അല്ലേ. SN എത്രയാണ്, എ എത്രയാണ്, ഡി കണ്ടുപിടിച്ചു. ഡി കാണുന്നതൊക്കെ എല്ലാവർക്കും അറിയാം, സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞില്ലാത്തത് അതുകൊണ്ടാണ് കേട്ടോ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം വിച്ച് മീൻസ് വാട്ട്? 17 മൈനസ് 9. സോ വി ഗോട്ട് 8. ക്ലിയർ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ SN is equal to 636 ആണ്. സോ ഈ വാല്യൂ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ, SN സ്ഥാനത്ത് നമ്മളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് കൊടുക്കാം? n/2 ഇൻറ്റു 2 ഇൻറ്റു എ ആണ്. സോ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്. പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി നമുക്ക് കിട്ടിയല്ലോ, അവിടെ 8 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്തെഴുതാം? 636 ഈക്വൽ ടു n/2 ഇൻറ്റു 9 2s are 18 പ്ലസ് ഇവിടെ എന്ത് വരും? 8 ഇൻറ്റു n 8n. ദെൻ 1 ഇൻറ്റു നെഗറ്റീവ് 1 ഇൻറ്റു 8 മീൻസ് -8. ക്ലിയർ? അടുത്തത് എന്താ ചെയ്യുക? നമുക്ക് 636 അടുത്തത് ഈക്വൽ ടു n/2. പിന്നെ എന്താ എഴുതുക ഇവിടെ അല്ലേ? നോക്കിയേ, ഈ 18ഉം ഈ നെഗറ്റീവ് 8ഉം. ഇപ്പോൾ പോസിറ്റീവ് 18 നെഗറ്റീവ് 8 അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യണം. സോ വി ഗോട്ട് 10. കണ്ടോ, ബാക്കി എന്താ ഉള്ളത്? 8n. സോറി. ഇനി ഇതിൽ നമുക്ക് എന്തെടുക്കാം? ഒന്ന് കോമൺ ആയിട്ടുള്ളതിനെ നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലോ. ഇതിൽ രണ്ടിലും പോകുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ. എന്തായിരിക്കും ആ നമ്പർ? 2 അല്ലേ പോകുന്നത്. ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 5. ഇവിടെയോ 2 ഇൻറ്റു 4. കണ്ടോ, അപ്പോൾ ഒന്ന് 2 ഇവിടെ കോമൺ ആയിട്ടുള്ളതിനെ നമുക്കൊന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 636 is equal to n/2 ഇൻറ്റു 2 ഇൻറ്റു 2 5s are 10. കണ്ടോ, ഇനി ഇവിടെ എന്തെടുക്കുക? 4n അല്ലേ. 4 2s are എന്തെടുക്കണം? 8. കണ്ടോ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നത് 2 ആണ്. സോ 2നെ പുറത്തെടുത്ത് ബാക്കി 5ഉം 4ഉം വന്നേരെ കണ്ടോ, ഈ സൈൻ കൊണ്ടിട്ട് നമ്മളിങ്ങനെ ചെയ്തു വെച്ചു. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഈ 2 പോയി കട്ടായിപ്പോയി അല്ലേ. സോ നമുക്കിനി എന്താ ഉള്ളത്? 636 ഈക്വൽ ടു n ഇൻറ്റു 5 പ്ലസ് 4n ആണ് നമുക്കിനി ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും കൂടെ എടുത്ത് എഴുതാം. 636 ഇസ് ഈക്വൽ ടു, ഇനി ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും അപ്പോൾ? കണ്ടോ, 5n കിട്ടി. ക്ലിയർ ആയല്ലോ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 5n. ഇനി n ഇൻറ്റു 4n എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? പ്ലസ് 4n സ്ക്വയർ. ക്ലിയർ ആയില്ലേ? എത്രയും. അപ്പോൾ നമ്മളങ്ങനെ ഇതിനെ ഒന്ന് n കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 636 ഇസ് ഈക്വൽ ടു 5n പ്ലസ് 4n സ്ക്വയർ നമുക്കിവിടെ കിട്ടി. ഇനി ഇതിനെ നമുക്കൊന്നുകൂടെ എഴുതാം, കറക്റ്റ് ചെയ്ത് നമുക്കൊന്ന് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5n പ്ലസ് 4n സ്ക്വയർ എടുത്തിട്ട് ഇതിനെ ഒന്ന് ഇപ്പറേക്ക് എടുക്കാം. 600. അപ്പം പോസിറ്റീവ് 636 ഇവിടെ വന്നപ്പോൾ എന്തായി? ഇങ്ങനെ വന്നു. ബാക്കി ഇവിടെ ഒന്നുമില്ലല്ലോ. സോ അവിടെ എന്താ കൊടുക്കുക? 0 കൊടുക്കുക. പിന്നെ ഒന്നുകൂടെ ഇതിനെ കറക്റ്റ് ചെയ്ത് എഴുതാം അല്ലേ. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രകാരം പവർ വരുന്നത് ആദ്യമല്ലേ. സോ നമുക്കതിനെ ഒന്നും കൂടെ എടുത്ത് എഴുതാം. 4n സ്ക്വയർ പ്ലസ് 5n മൈനസ് 636 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ എന്താ
രീതിയിൽ നമ്മളതിനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് വെച്ചാൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ സമം അതുപോലെ തന്നെയാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. സോ നമ്മളതിനെ എന്ത് ചെയ്തു, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡിലേക്കാണ് നമ്മളെടുത്തത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ടേം ഫസ്റ്റ് ടേമിലെ 4ഉം ഈ ലാസ്റ്റ് ടേമും ഇത് തമ്മിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മിഡിൽ ടേം കാണാൻ വേണ്ടി ഈ ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും നമുക്ക്, 636 × 4 എന്ന് ചെയ്താൽ എത്ര കിട്ടുക ഇവിടെ, 6 4s are 24, balance 2, 3 4s are 12 plus 2, എത്ര കിട്ടി 14, then balance 1, 6 4s are 24 plus 1 what 25. കണ്ടോ, അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു ആൻസറാണ്. 2544 ആണ് കിട്ടിയത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സോ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് 2 ഗ്രൂപ്പാക്കി മാറ്റാം. ഓക്കെ, എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ലാസ്റ്റ് ടേമായിട്ടുള്ള ഇതും കിട്ടണം, അത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് മിഡിൽ ടേമും കിട്ടണം. ഓക്കെ ആണല്ലോ. സോ നോക്കി 2 5 4 4 ഇങ്ങനെ എഴുതി അല്ലേ. ഇനി ഇവിടെ നമുക്ക് എന്തെടുക്കാം, 2 എടുക്കാം. സോ 2ൽ 1 ടൈം, ഇവിടെ 2 2s are 4, then ഇവിടെ 14 ഉണ്ട്. സോ 7 2s are 14, then 2 2s are 4. ക്ലിയർ ആയില്ലേ. അഗെയിൻ നമുക്ക് 2 തന്നെ എടുക്കാമല്ലോ. 6 2s are 12, 3 2s are 6, then again 6 2s are 12. ഓക്കെ, ദെൻ വീണ്ടും എന്താ 2 എടുക്കുക അല്ലേ. 3 2s are 6, ഇവിടെ 1 ടൈം പോയി, ബാലൻസ് 1, സോ 16, സോ 8 2s are 16, 3 18 കിട്ടി. ദെൻ അഗെയിൻ ഇതിൽ എത്രയിലേ പോകുള്ളൂ, 3-ലൊക്കെ അല്ലേ പോകുള്ളൂ. സോ ഇവിടെ എത്ര കിട്ടും, 159 ആയിരിക്കും കിട്ടുക. ഇനിയോ സോറി എന്താണ്, 2 എടുത്ത് 1 × 2 2 വെച്ചു. ഇവിടെ എന്ത് കിട്ടി, 11 ആയിരുന്നു. സോ 2 5s are 10, 11, ബാലൻസ് 1 ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി, 9 2s are 18. ഇനി ഇവിടെ 3 എടുക്കുക. ഇവിടെ എന്താ ചെയ്യേണ്ടത്, 3 ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 9 അല്ലേ, സോ 3 അല്ലേ പോവുക. സോ 5 3s are നോക്കി 15, 3 3s are 9. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. നമ്മൾ എന്താ വെച്ചാൽ അത് നോക്കി ഇതെല്ലാം കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ഇവിടെ വരെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ഓക്കെ ആണല്ലോ. ഇതെല്ലാം അതായത് 2 നോക്കിട്ടോ, 2 × ഇവിടെ എടുത്ത് എഴുതാം കേട്ടോ. 2 × 2 × 2 × 2 എത്ര 2 ഉണ്ട്, 1 2 3 4 2 ഉണ്ടല്ലേ. ഇനി ബാക്കി നമുക്കിവിടെ എന്താ ഉള്ളത്, × 3 × 53. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാമല്ലോ. നോക്കിയേ, 2 2s are 4, ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട് കേട്ടോ. 2 2s are 4, 4 2s are 8, 8 2s are എത്രയാ 16, then 16 × 3 ചെയ്താൽ എത്ര കിട്ടും, 16 × 3 ചെയ്താൽ 18, ബാലൻസ് 1 48 കിട്ടി. സോ 48 × ഈ 53 ആയിട്ട് എടുത്തൂടെ, ഒരു ഫാക്ടറായിട്ട് എടുക്കാമല്ലോ. നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം, 48 × 53 ആയിട്ട് എടുക്കാം. അപ്പം നമുക്കിത് രണ്ടും കൂടി, അതായത് ഏതോ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, അതായത് കിട്ടണം 2 5 4 4 നമുക്ക് ആൻസർ കിട്ടണം അല്ലേ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടണം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതേ സെയിം നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടേണ്ടത്, 5 കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തു വെച്ചാൽ എത്രയാണ്, അതായത് 48ഉം 53ഉമാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ, ഈ 636ൻ്റെ അവിടെ എന്താ കിടക്കുന്നത്, നെഗറ്റീവാണല്ലേ. സോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്തു, നെഗറ്റീവ് 636 ആയിരുന്നു. സോ നമുക്ക് കിട്ടിയിരുന്നാണ് -2544 ആണ്. ഇവിടെ നെഗറ്റീവ് ഉണ്ട് കേട്ടോ, -2544 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഫാക്ടർ ഒന്ന് നോക്കിക്കേ, 48ഉം 53ഉം എന്തായാലും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇവിടെ 5 കിട്ടും അല്ലേ. കണ്ടോ, ഈ 53 നിന്ന് 48 റെഡ്യൂസ് ചെയ്ത് ഇവിടെ എത്ര വരും, 13 അല്ലേ. ഇവിടെ 5 ആയി, ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഇതിൽ നിന്നല്ലേ 1 ബോറോ ചെയ്തു. സോ 5 അല്ലേ നമുക്ക് കിട്ടിയത് അവിടെ. അപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ എടുത്തൂടെ, 48 × 53 എടുക്കാം. അപ്പോൾ നമുക്കിവിടെ എഴുതാം. അപ്പോൾ 2 നമ്പറുകൾ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പം നമ്മൾ ഇത് കിട്ടണം. ഇനി ഇതേ സെയിം ഫാക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ഈ മിഡിൽ ടേമും കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തത് ഏതൊക്കെയാണ്, 48ഉം 53 ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. അതെ, 48ഉം
53. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ മുന്നിൽ നെഗറ്റീവ്, ഇതിൻ്റെ മുന്നിൽ അല്ലേ മൈനസ് അല്ല ഇൻറ്റു ചെയ്തപ്പോൾ എന്ത് പറ്റി, നെഗറ്റീവ് സൈൻ ഉണ്ടല്ലോ. സോ ഇവിടെ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. എന്നാലല്ലേ നമുക്ക് ഇവിടെ എന്ത് കിട്ടുള്ളൂ, പോസിറ്റീവ് 5 കിട്ടുള്ളൂ. കണ്ടോ? അതായത് ഇത് ചെറുതിൻ്റെ മുന്നിലാണ് നമ്മൾ മൈനസ് ഇട്ട് കൊടുത്താൽ വലുതിൻ്റെ മുന്നിൽ ഇടരുത്. വലുതിൻ്റെ മുന്നിലിട്ടാൽ ഇവിടെ മൈനസ് ആയി പോകും. സോ അതുകൊണ്ട് ചെറുതിൻ്റെ മുന്നിലിട്ടാൽ ഇത് എന്താ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പർ 53 ആണ്. സോ ഈ 53യുടെ മുന്നിൽ കിടക്കുന്ന ആരാ, പ്ലസ് ആണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടി, 5 എന്നും കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു എന്നും ചേർത്ത് കൊടുക്കുക. മനസ്സിലായോ അല്ലേ? ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഇതുപോലെ കണ്ടെത്തുക. LCM ഒക്കെ കാണില്ലേ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ. സോ അതുപോലെ കണ്ടെത്തിയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 2 ഗ്രൂപ്പായിട്ട് എടുത്തു. ആ 2 ഗ്രൂപ്പുകൾ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ കിട്ടും. ആ 2 ഗ്രൂപ്പുകൾ തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ ടേം നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കിവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 4n². ഇവിടെ എന്ത് എഴുതാം നമുക്ക്, പ്ലസ് 53n മൈനസ് 48n. കണ്ടോ? അപ്പോൾ ഇതിനെ ഈ 5n സ്പ്ലിറ്റ് ചെയ്തതാണ് 53n 48n. ഓക്കെ. ഇനി ഇവിടെ എന്തുണ്ട്, 636 ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ രണ്ടിനെ ഒരു ഗ്രൂപ്പ്, ഇതിനെ രണ്ടിനെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇവിടെ നടുക്ക് എന്താ മൈനസ് വന്നാലും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ഈ പാർട്ട് മാത്രമേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 4 × n × n ആണ് ഇവിടെ വരിക അല്ലേ. അപ്പോൾ ഇവിടെ ആണെങ്കിലോ നോക്കിയേ 53 × n ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നത് എന്താണ്, n അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, എന്നിനെ പുറത്തെടുക്കാം. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു എന്നും വെച്ചിട്ട് ബാക്കി വന്നിട്ടുള്ളതിനെ 4 × n എന്താണ്, 4n പ്ലസ് ഇവിടെ പ്ലസ് അല്ലേ. സോ പ്ലസ് ഇടുക. ഇവിടെ എന്ത് കിട്ടി, 53 കിട്ടി. ക്ലിയർ ആയോ? അതേപോലെ തന്നെ ഇവിടെ ഈ 48 അല്ലേ, 48ലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട് അവിടെ, 12 ആയിരിക്കും അവിടെ വരിക. ഓക്കെ, ഇത് 12 ആയിരിക്കും. സോ ഇനി ഇവിടുത്തെ ഈ മൈനസ് ഇവിടെ ഇട്ട് കൊടുത്ത് തരിക. അപ്പോൾ 12ഉം പിന്നെ എന്ത് വരും, 4n പ്ലസ് 53 തന്നെയായിരിക്കും ഇവിടെയും വരിക. ഓക്കെ, ഈക്വൽ ടു 0. ഇപ്പോൾ നോക്കിയേ, ഇവിടെ 12 × 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 48 കിട്ടും. ഇവിടെയോ 53 × 12 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 636 കിട്ടും. ക്ലിയർ ആയല്ലോ അത്? അപ്പോൾ എന്താ ഇതിൽ രണ്ടിലും നോക്കിയാൽ ഇവിടെ ഒരുപോലെ വന്നു, ഇതിലും ഒരുപോലെ വന്നു. സോ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, 4n പ്ലസ് 53. ഇനി ബാക്കി എന്താ വന്നത്, n മൈനസ് 12. n മൈനസ് 12 ഈക്വൽ ടു ഈ 0നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെടുക്കാം. 4n പ്ലസ് 53 ഈക്വൽ ടു 0. സോ 4n ഈക്വൽ ടു എന്ത് വരും, 0 മൈനസ് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി, മൈനസ് 53. അപ്പോൾ 4n ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്, മൈനസ് 53. ദർഫോർ n ഈക്വൽ ടു എന്ത് വരും, 4നെ ഇപ്പുറേക്ക് എടുക്കുമ്പോൾ മൈനസ് 53/4 കിട്ടും. കണ്ടോ? അത് കിട്ടി. ഇത് നമുക്ക് n മൈനസ് 2 എടുക്കാം കേട്ടോ, ഇത് മൈനസ് ആണ്. സോ n മൈനസ് 12 ഈക്വൽ ടു 0 എടുത്തു. ഇവിടെ n ഈക്വൽ ടു എന്ത് വരും, 0. ഇത് മൈനസ് എന്തായി മാറി, പ്ലസ് 12 ആയിട്ട് മാറി. സോ n ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 12 കിട്ടി. കണ്ടോ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല, ഇതുപോലെ നെഗറ്റീവൊക്കെ ഇട്ട് വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഏതേ എടുക്കാൻ പാടുള്ളൂ, ഇതായിരിക്കണം നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്, നമ്മൾ കണ്ടെത്തിയ എന്താണ്, n ഈക്വൽ ടു 12 കിട്ടി നമുക്ക്. കണ്ടോ? എന്നിന് 2 വാല്യൂസാണ് കിട്ടിയത്. ഒരെണ്ണം നെഗറ്റീവാണ്, ഫ്രാക്ഷനാണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിവിടാം. നമുക്ക് കിട്ടിയ n ഈക്വൽ ടു 12, അതാണ് നമുക്ക് ആപ്റ്റായിട്ടുള്ള നമ്പർ. n ഈക്വൽ ടു 12 അത് പോസിറ്റീവ് ആണ്. സോ നമുക്കിവിടെ എന്തെഴുതാം, n ഷുഡ് ബി പോസിറ്റീവ് ഇൻറ്റിജർ. സോ n ഈക്വൽ ടു 12 എന്നാണ് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി, നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടെന്ന് മനസ്സിലായി, 12 ആണ്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് എന്തെഴുതാം, നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു 12. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു 12 എന്നെഴുതി നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ, കണ്ടോ, ഹൗ മെനി ടേംസ് ഉണ്ട് എ പി 9, 17, 25. അതായത് ഈ 9, 17, 25 എന്ന് ഇങ്ങനെ പോകുന്ന ഈ ഒരു എ പിക്കകത്ത് മസ്റ്റ് ബി ടേക്കൺ ടു ഗിവ് ദ സം ഓഫ് 636 ആണ്. അപ്പോൾ ഈ പോകുന്ന ഇതിൽ എത്ര എണ്ണത്തിൻ്റെ സമ്മായിരിക്കും 636 എന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ എത്രയായിരുന്നു, നമ്മൾ എന്നിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തിയത്. സോ എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു, 12 ആണ്. സോ
ഈ ഒരു AP-യിലുള്ള 12 ടേംസിൻ്റെ സമ്മാണ് എന്തെന്ന് പറയുന്നത് 636 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ നമുക്കിനി അടുത്ത് ചെയ്യാം കേട്ടോ. 5.3 തന്നെ 5th വണ്ണാണ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ First term of AP is 5 and the last is 45 and sum is 400. First term തന്നിട്ടുണ്ട് 5 ആണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 45 ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഈസ് 400 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ആൻഡ് CD. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? എത്ര ടേംസ് ഉണ്ട്, കോമൺ ഡിഫറൻസും കണ്ടെത്തുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ടെക്സ്റ്റിലുള്ള 5th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇതിനകത്ത് നമുക്ക് വരുന്ന ഫോർമുല എന്ന് വെച്ചാൽ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഫോർമുല എടുത്താൽ പോരെ. SN = എന്തെടുക്കാം നമുക്ക്? n/2 × A+L. കണ്ടോ? ലാസ്റ്റ് ടേം തന്നിട്ടുള്ളതുകൊണ്ട് ഇതെടുക്കാം. = അത് തന്നിട്ടുണ്ട് എന്താണ്? 400 തന്നിട്ടുണ്ട് നമുക്ക്. അപ്പം നമുക്കിതിൽ നിന്ന് നമുക്ക് A ഒക്കെ എന്താണെന്ന് എഴുതണം ആദ്യം. ഫസ്റ്റ് തന്നെ A എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഇവിടെ? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടല്ലേ. സോ അതാണ് A എന്ന് പറയുന്നത്. 5 തന്നിട്ടുണ്ട്. പിന്നെ LO അല്ലെങ്കിൽ AN എന്നും പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ 45. ഇവിടെ 45 കേട്ടോ. 45. പിന്നെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? SN = 400 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടെത്തേണ്ട എന്താണ്? നമ്പറും കണ്ടെത്തണം, നമ്പർ ഓഫ് ടേംസും കണ്ടെത്തണം, പിന്നെ എന്തും കണ്ടെത്തണം, ഡിഫറൻസും നമുക്കിവിടെ കണ്ടെത്തണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫോർമുല അത് എവിടെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് അതൊന്നും കൂടി എടുത്തെഴുതാം കേട്ടോ. SN = n/2 × A+L. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ എഴുതാതെ നോക്കിയേ. ഇവിടെ എന്തുണ്ട്? n/2. നമുക്കത് അങ്ങനെ തന്നെ എടുത്തെഴുതാം. ദെൻ A നമുക്കറിയാം 5 ആണ്. ലാസ്റ്റ് ടേം എത്രയാണ്? 45 ആണ്. = എത്രയാണ്? 400 വരും. കണ്ടോ? സം തന്നിട്ടില്ലേ ഇവിടെ. അപ്പോൾ അത് 400 ആയിട്ട് എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിയേ. n/2 × ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 50 കിട്ടും. = 400. ക്ലിയർ? ദെൻ എന്ത് ചെയ്യണം? n × ഇതിൽ പോയി അല്ലേ. 25 ടൈംസ് പോയി. സോ n × 25 = 400 കിട്ടി. ഓക്കെ. ദെൻ n = വാട്ട്? ഈ 400 എഴുതുക. ഇത് ഇൻറ്റു ആണ്. ഇതിങ്ങോട്ട് വരുമ്പോൾ എന്തായി? ഡിവിഷനായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ ഇതിൽ എത്ര ടൈംസാണ് പോകുന്നത്? 16 കിട്ടി. അപ്പോൾ നമ്മളോട് n കണ്ടെത്താൻ പറഞ്ഞു. സോ n നമുക്ക് കണ്ടെത്തി. എത്രയാണ്? 16. കണ്ടോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ ഫൈൻഡ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞു. ഇനി ഒരാളും കൂടി ഉണ്ടല്ലേ കണ്ടെത്താൻ. ആൻഡ് CD കോമൺ ഡിഫറൻസ് കാണുക. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് നമ്മുടെ ഫോർമുല നമുക്ക് എന്തെടുക്കാം? ഇതെടുക്കാം അല്ലേ. AN = A + n - 1 × D. ക്ലിയർ? സോ ഇവിടെ AN എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണത്? AN = 45. അതാണ് ലാസ്റ്റ് ടേം. ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. L = AN = 45. ഇത് രണ്ടും എന്ത് തന്നെയാണ്? സെയിം ആണ്. സോ 45 = A എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ദെൻ n ഇപ്പോൾ കണ്ടെത്തിയല്ലോ. 16. കണ്ടോ? അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 16 - 1 × D. ഇപ്പോൾ നമ്മൾ D ആണ് കണ്ടെത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 45 എഴുതി. ഈ 5നെ ഇപ്പോഴേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? -5 ആയി. പിന്നെ ബാക്കി എന്താ നമുക്കിവിടെ ഉള്ളത്? ഇന്ന് ഒന്ന് കുറച്ച് എത്ര കിട്ടും? 15 × D 15D. ക്ലിയർ ആയല്ലോ? ഇനി 45 - 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 40 = 15D. ക്ലിയർ? ഇനിയോ? ഇനി 15 നമുക്ക് ഇപ്പുറേക്ക് കൊണ്ടുവന്നാലോ? 14 / 15 = D കിട്ടും. ഇനി ഇത് രണ്ടും പോകൂലേ? ഇതിൽ എത്ര ടൈംസ് പോവും? 5 പോവും. 5ൽ 3 ടൈംസ്, 5ൽ എത്ര ടൈംസാണ്? 8 ടൈംസും. നമുക്ക് എന്ത് കിട്ടി? 8/3. ദെർഫോർ D = വാട്ട്? 8/3. അപ്പോൾ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്പർ ഓഫ് ടേംസും CDയും കണ്ടെത്താൻ പറഞ്ഞു. സോ നമ്മൾ ഈ ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്തു. ഇവിടെ എന്തുകൊണ്ടാണ് n/2 × A+L എന്ന് എടുത്താൽ നമുക്ക് ലാസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ക്ലിയർ? 6th question കേട്ടോ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് AP is 17 and 350. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടേം ആൻഡ് പിന്നെന്താ പറയുന്നത്? ലാസ്റ്റ് ടേം. സോ ഇതാണ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 350 ആണ്. ഇഫ് CD is 9, how many terms are there? If CD is 9, CD 9 ആണ്. Then how many terms are there and what is the sum? സോ എത്ര ടേംസ് ഉണ്ടാവും? ഇവിടെ n തന്നെയാണ് അല്ലേ. പിന്നെ അതിൻ്റെ നമ്പർ ഓഫ് ടേംസിൻ്റെ സം അല്ലേ. അപ്പോൾ സം ഓഫ് നമ്പേഴ്സ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ ഫോർമുല ഇവിടെ എന്തെടുക്കാം? നമുക്ക് AN
ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ ഫോർമുല എടുക്കാൻ പറ്റുക. ഇവിടെ നമുക്ക് എന്തൊക്കെ എടുത്തെഴുതാൻ നോക്കിക്കേ, എ എടുത്തെഴുതാം അല്ലേ. എ ഈക്വൽ ടു എന്താണ് 17 ആണ്, ബിക്കോസ് ഫസ്റ്റ് ടേം 17 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്, അത് എത്രയാണ് 350 തന്നിട്ടുണ്ട്. ഇനി ഡി എന്ന് പറയുന്നത് എന്താണ് 9 ആണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ എന്ത് കണ്ടെത്തണം, എൻ കണ്ടെത്തണം. പിന്നെ എന്താ കണ്ടെത്തേണ്ടത്, എസ് എന്നും നമുക്കിവിടെ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കാം, എൻ എന്ന് പറയുന്നത് എന്താണ് 350 അല്ലേ. സോ ഈ ഫോർമുല ഒന്നുകൂടെ എടുത്ത് എഴുതിട്ട് കേട്ടോ, എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി നമ്മൾ എഴുതി. എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, 350 കൊടുത്തു. എയുടെ സ്ഥാനത്ത് എന്താ 17 കൊടുത്തു, പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി നമുക്കുണ്ടല്ലേ 9 ഉണ്ട്. സോ 9 എഴുതുക, എൻ മൈനസ് 1 കേട്ടോ, പോയി. അപ്പോൾ ഈക്വൽ ടു 9. ഇനി നമുക്ക് എന്ത് കൊടുക്കാം, 350 ഈക്വൽ ടു ഈ 17, ഈ 17 നമുക്ക് ഇപ്പറേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. സോ 350 മൈനസ് 17 കണ്ടോ, ഇത് ഇപ്പറേക്ക് വരുമ്പോൾ 17 അല്ലേ, ട്രാൻസ്പോസ് ചെയ്യുമ്പം ഈക്വൽ ടു എൻ മൈനസ് 1 ഇൻറ്റു 9. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുക, 333 കിട്ടും കേട്ടോ. 333 ഈക്വൽ ടു എൻ മൈനസ് 1 ഇൻറ്റു 9. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, ഈ 9 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ ഇത് ഇൻറ്റു ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി, ഡിവിഷനായിട്ട് മാറും കണ്ടോ, ഈക്വൽ ടു എൻ മൈനസ് 1. ഇനിയോ, ഇനി ഇത് എത്ര ടൈംസ് അതിലേക്ക് പോവുക, ഈ 3 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാമല്ലോ, നമുക്ക് എത്ര ടൈംസ് പോവും, 37 ടൈംസ് പോവും, ഈക്വൽ ടു എൻ മൈനസ് 1 കണ്ടോ. ഇതിൽ 37 ടൈംസ് പോകും കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് ഈ 1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ ഇപ്പുറത്തേക്ക് -1 വരുമ്പോൾ എന്തായി, +1 ഈക്വൽ ടു എൻ. സോ നമുക്ക് എന്ത് കിട്ടി, 38 ഈക്വൽ ടു എൻ. സോ ദാർഫോർ എൻ ഈക്വൽ ടു 38. ഓക്കെ, ഹൗ മെനി ടേംസ് ആർ ദർ എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി ടേംസ് ആർ ദർ. സോ നമുക്ക് എന്ത് കിട്ടി, എന്നിൻ്റെ വാല്യൂ അത് 38 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ദയർ സമ്മും കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ നമുക്കെടുക്കാം. സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്, n/2 ഇൻറ്റു എ പ്ലസ് എൽ. എന്തുകൊണ്ടാണ് അതെടുത്ത്, ലാസ്റ്റ് ടേമൊക്കെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എൻ കണ്ടെത്തിയോണ്ട് എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 38/2 ഇൻറ്റു എ എത്രയാണ്, ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ 17 ആണ്, പ്ലസ് ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട് 350 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യാൻ നോക്കിയേ, 2 ഇതിൽ പോവില്ലേ, എത്ര ടൈംസ് പോകും, 2 ഇതിനകത്ത് 14 ടൈംസ് പോയി. ക്ലിയർ ആയല്ലോ. ഇനി ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 367 കിട്ടും അല്ലേ. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും, 697, 36,973 ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മൾ സം ഓഫ് n ടേംസും കണ്ടുപിടിച്ചു, 6,973. കണ്ടോ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ.